ഓം നമഃശിവായ. എല്ലാവർക്കും നമസ്കാരം. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്നത് ധർമ്മത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാടാണ്. ധർമ്മമാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ധർമ്മമാണ് നമ്മുടെ ഏറ്റവും വലിയ കവചം, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതാണ് ധർമ്മോ രക്ഷതി രക്ഷിതഃ എന്ന് പറയാനുള്ള കാരണം അതാണ്. ആരാണോ ധർമ്മത്തെ പരിപാലിക്കുന്നത്, ധർമ്മത്തെ സംരക്ഷിക്കുന്നത്, അവൻ്റെ ജീവിതത്തിലൂടെ അവനെ ധർമ്മം പരിപാലിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഭാരതീയമായ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് ഒരാൾ പോലും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ എന്ത് സംഭവിക്കും? ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ സമൂഹം ഛിന്നഭിന്നമായി പോകും. സമൂഹത്തിലെ എല്ലാ കെട്ടുറപ്പുകളും ഇല്ലാതെയാകും. നമ്മുടെ അമ്മയും മകനെയും മകളെയും തമ്മിൽ, ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ, അല്ലെങ്കിൽ ബന്ധുജനങ്ങളെ തമ്മിൽ, അല്ലെങ്കിൽ സമൂഹത്തെ ഒന്നിച്ച് നിർത്തുന്ന ഘടകം, അല്ലെങ്കിൽ രാഷ്ട്രത്തെ ഒന്നിച്ച് നിർത്തുന്ന ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേർത്ത് നിർത്തുന്നത് ധർമ്മമാണ്. അതുപോലെ എല്ലാ മതങ്ങളെയും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത് ഈ ധർമ്മബോധം കൊണ്ടാണ്. അപ്പോൾ എപ്പോഴാണോ ഈ ധർമ്മബോധം മനുഷ്യ മനസ്സിൽ നിന്ന് ഇല്ലാതാകുന്നത്, അന്ന് ഒരു കാര്യം സംഭവിക്കും. സ്വാർത്ഥത പെരുകും, അഹങ്കാരം പെരുകും. അതുവഴിക്ക് നമ്മുടെ തന്നെ നാശം, അത് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ നാശം, വ്യക്തികളുടെ നാശം, വിവാഹ ജീവിതങ്ങളിൽ അവരുടെ ആ വിവാഹജീവിതം പൊലിഞ്ഞു പോവുക, അതുപോലെ തന്നെ കുറ്റവാളികളായി പോവുക, അടുത്ത തലമുറ വഴി ദിശാബോധം നഷ്ടപ്പെട്ട് സഞ്ചരിക്കുക, മയക്കുമരുന്നിന് അടിമകളായിത്തീരുക. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ധർമ്മബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവാണ്. ഞാൻ അമ്മ പറഞ്ഞ ഒരു ഉദാഹരണ സംഭവകഥ ഇവിടെ ഓർമ്മിക്കുകയാണ്. അതായത് ചൈനയിൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു വലിയ വൻമതിൽ, ചൈനയുടെ വൻമതിൽ ഇന്നും ലോകത്തിലൊരു അത്ഭുതമായിട്ട് നിലകൊള്ളുകയാണ്. ഈ വൻമതിൽ ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ലായിരുന്നു. ശത്രു രാജ്യങ്ങളുടെ ആക്രമണം വന്നാൽ അത് പെട്ടെന്ന് ആ രാജ്യത്ത് കടന്നു വന്ന് ആക്രമിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൻമതിൽ കെട്ടിയെന്നാണ്. അപ്പോൾ ഈ വൻമതിൽ കെട്ടിക്കഴിഞ്ഞപ്പോൾ ലോകത്തിൽ ഒരു രാഷ്ട്രത്തിനുമില്ലാത്ത അത്രയും ശക്തമായ മതിലാണ് അതിർത്തിയായിട്ട് നിശ്ചയിച്ച ഭാഗത്തെല്ലാം കെട്ടിയുറപ്പിച്ചത്. ഇനി ഒരു ശത്രുവിന് പോലും ആ രാജ്യത്ത് കടന്നു വന്ന് ആക്രമിക്കുവാൻ കഴിയില്ല എന്ന് ആ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിച്ചു. ആത്മവിശ്വാസം അവർക്ക് കൂടി. ഇനി ഒരു രാഷ്ട്രത്തിലെ ഒരു ശത്രുവിനും തങ്ങളെ ആക്രമിച്ച് കീഴടക്കുക സാധ്യമല്ല എന്നവർ നിശ്ചയിച്ച് ഉറപ്പിക്കുക തന്നെ ചെയ്തു. പക്ഷേ വളരെ കുറഞ്ഞ കാലം കൊണ്ട്, അത്ഭുതമെന്ന് പറയട്ടെ, ഈ ചൈനയുടെ വൻമതിൽ ഭേദിച്ച് ശത്രുക്കൾ അകത്ത് കടക്കുകയും രാജ്യത്തെ ആക്രമിക്കുകയും ആ ഭരണത്തെ നിഷ്കാസനം ചെയ്യുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തിയപ്പോൾ എന്തുകൊണ്ടാണത് സംഭവിക്കാൻ കാരണം എന്നുള്ളതിനെപ്പറ്റി ഒരു പഠനം നടത്തിയപ്പോൾ കേട്ട സംഭവമാണ്. അപ്പോൾ അതിപ്രകാരമാണ് പറയുന്നത്. കാരണം അവിടെ കാവൽ നിന്നിരുന്ന, ഈ വൻമതിൽ കെട്ടിയിട്ട് അതിന് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. ആ കാവൽ നിന്നിരുന്ന ആൾക്കാരെ ശത്രു രാജ്യങ്ങളിലെ ആൾക്കാർ സ്വാധീനിച്ചു. ധനം കൊടുത്ത്, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തുകൊണ്ട് അവരെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അവർ സ്വാധീനിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അകത്ത് കിടക്കാൻ എളുപ്പമായി. വൻമതിലൊന്നും ഒരു തടസ്സമായില്ല. അതിൻ്റെ ദ്വാരങ്ങളെല്ലാം തുറക്കപ്പെട്ടു, ശത്രുക്കൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അപ്പോൾ സത്യത്തിൽ ആരാണ് ശത്രു? നമ്മുടെ ഉള്ളിലെ അധാർമിക ബോധമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ധർമ്മബോധമാണ് നമ്മുടെ കെട്ടുറപ്പ്, ധർമ്മബോധമാണ് നമ്മുടെ കവചം എന്ന് പറയുന്നത് സത്യമാണ്. നമ്മുടെ ഏറ്റവും വലിയ ശക്തിയും അതാണ്. അപ്പോൾ ധർമ്മബോധമില്ലാത്ത ജനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ അപചയങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹം, അതിൻ്റെ ദുരിതങ്ങളാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമ്മ പറയാറുള്ളൊരു ഉദാഹരണം, ഒരു വലിയ അജാനബാഹുവായ ഒരാൾ, അതിശക്തൻ എന്ന് കാണുന്ന കാഴ്ചയിൽ അതിശക്തനായ ഒരാൾ, ആ ആളുടെ മുമ്പിൽ ഒരു കുപ്പി മദ്യം കൊടുക്കുകയാണെങ്കിൽ, അവൻ്റെ കൈ അതിന് വേണ്ടിയിട്ട് നീളുകയാണെങ്കിൽ അവനെ നമ്മൾ കരുത്തൻ എന്നല്ല പറയുക, ദുർബലൻ എന്നാണ്. കാരണം അവനെ സ്വാധീനിക്കാൻ ഒരു കുപ്പി മദ്യത്തിന് സാധിച്ചുവെങ്കിൽ അവൻ വെറും ദുർബല മനസ്സാണ്.
ഈ ഒരു കുപ്പി മദ്യം കൊണ്ട് ഇവനെ വേണമെങ്കിൽ ഒരു കൊലപാതകിയാക്കി മാറ്റാം, അല്ലെ മറ്റ് ദുഷ്കർമ്മങ്ങളിലേക്ക് ഇവനെ കൊണ്ടുവരാൻ സാധിക്കും. അവൻ്റെ കുടുംബത്തെ നശിപ്പിക്കാം, അവൻ്റെ രാഷ്ട്രത്തെ നശിപ്പിക്കാം, സമൂഹത്തെ നശിപ്പിക്കാം. ഇതെല്ലാം സ്വാധീനിക്കുവാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളിലൂടെ ഒരു ദുർബലനായ ഒരു മനുഷ്യനെ കൊണ്ട് ആണ് എല്ലാ അധാർമിക വൃത്തികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കരുത്തനായ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഭാരതം ഉദ്ദേശിക്കുന്നത് ധർമ്മബോധമുള്ളവൻ, ആ ധർമ്മത്തെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവൻ, ധർമ്മബോധത്തിൽ നിന്ന് വ്യതിചലിക്കാതെ സഞ്ചരിക്കുന്നവൻ, അവനെയാണ് ധീരൻ നമ്മൾ വിളിച്ചത്. അവൻ പ്രലോഭനങ്ങളിൽ വഴങ്ങില്ല, അവൻ ഭീഷണികളിൽ വഴങ്ങില്ല. അത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും അവനെ സ്വാധീനിക്കുവാൻ സാധിക്കില്ല. യഥാർത്ഥ ധർമ്മബോധമുള്ളവരെ സ്വാധീനിക്കുവാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ശ്രീരാമകൃഷ്ണദേവൻ്റെ അച്ഛൻ പിതാവിനെ പറ്റി പറയാറുണ്ട്, അദ്ദേഹം വളരെ സത്യസന്ധനായിരുന്നു. അദ്ദേഹം ഒരു കള്ളസാക്ഷി പറയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ജന്മി കൂട്ടിക്കൊണ്ടുപോകാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരുപാട് ഉപദ്രവം ഈ മനുഷ്യനുണ്ടായി എന്നാണ്. ആ സാധു ബ്രാഹ്മണനുണ്ടായി, അദ്ദേഹത്തിന് ആ ഗ്രാമം വിട്ടു പോകേണ്ടി വന്നു എന്നാണ്. എന്നിട്ടും അദ്ദേഹം കള്ളം പറയാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. സത്യത്തിന് വേണ്ടി നിലകൊണ്ടു, ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടു. കള്ളസാക്ഷി പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അവിടെ തന്നെ താമസിക്കായിരുന്നു. പക്ഷേ അദ്ദേഹം കുടുംബത്തോടു കൂടി ആ നാട് വിട്ടുപോയി. പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അവിടെ സഹായിക്കാൻ എത്തി എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഈ ദുർബലനായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്വാധീനിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെയാണ് ദുർബലന്മാരെന്ന് പറയുക. അപ്പോൾ ഈ അടുത്ത സമയത്തൊരു പത്രത്തിൽ കുറച്ച് നാൾ മുമ്പ് ഒരു വാർത്ത കണ്ടിരുന്നു. അതായത് മാഹിക്കടുത്തുകൂടി മദ്യം കൊണ്ടുപോകുന്ന കേസുകൾ നിറച്ചുകൊണ്ട് പോവുകയാണ് ഒരു വണ്ടി. അതിൽ നിന്ന് കുറച്ച് കേസുകൾ താഴെ വീണു. അപ്പോൾ വീണ് കഴിഞ്ഞപ്പോൾ ഈ വണ്ടിയിലുള്ളവർ അറിയുന്നില്ല, ഇവരങ്ങ് പോവുകയാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് വരുന്ന മറ്റു വാഹനങ്ങൾ വന്നവർ പലരും, സ്കൂട്ടറിലുള്ളവരും ഓട്ടോറിക്ഷയിലുള്ളവരും കാറുകളും എല്ലാം അവിടെ നിർത്തിയിട്ട് ഇതെല്ലാം പെറുക്കിയെടുക്കാൻ വേണ്ടി നടക്കുകയാണ്. വെറും യാചകന്മാർ. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ പിന്നിൽ അവൻ യാചകനായി തീരുകയാണ്. അപ്പോൾ ധർമ്മം കൊടുക്കാൻ പഠിപ്പിച്ചു, അധർമ്മം എടുക്കാൻ പഠിപ്പിച്ചു. മറ്റുള്ളവൻ്റെ കൂടി എടുക്കാൻ പഠിപ്പിക്കുന്നതാണ് അധർമ്മം, തട്ടിയെടുക്കാൻ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ധർമ്മബോധമാണ് നമ്മുടെ സമൂഹത്തിന് ഇന്ന് ആവശ്യം, എന്നും ആവശ്യം. അതുകൊണ്ട് ഈ ധർമ്മബോധത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ വ്യതിചലിക്കാതെ ഇരിക്കുവാനാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. വേദമാണെങ്കിലും ഇതിഹാസങ്ങളാണെങ്കിലും പുരാണങ്ങളാണെങ്കിലും സ്തുതികളാണെങ്കിലും കാവ്യങ്ങളാണെങ്കിലും എല്ലാം ഇതെല്ലാം ധർമ്മബോധത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ഉണ്ടായതാണ്. യഥോ ധർമ്മസ്ഥതോ ജയ എന്നുള്ള മഹാഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട വാക്യം തന്നെ എടുത്തു നോക്കുക. ഇത് ഗാന്ധാരി പറഞ്ഞതാണ്. അധർമ്മം ചെയ്ത സ്വന്തം മക്കൾ ആ വംശത്തെ മുഴുവൻ മുടിച്ചു. അപ്പോഴും ആ അമ്മയുടെ പ്രാർത്ഥന എവിടെയാണോ ധർമ്മം അവിടെയാണ് വിജയം എന്നുള്ളതായിരുന്നു. അപ്പോൾ ധർമ്മത്തിന് എന്നും വിജയം ആശംസിച്ചിട്ടുള്ളവരാണ് നമ്മുടെ ഭാരതീയർ. ധർമ്മമേ ജയിക്കൂ, അവസാനം ധർമ്മമേ നിലനിൽക്കൂ. മറ്റുള്ളതെല്ലാം അധർമ്മത്തിൽ കെട്ടിപ്പടുത്ത സാമ്രാജ്യങ്ങളെല്ലാം തകർന്ന് തവിടുപൊടി ആയിപ്പോകും. പക്ഷേ ധർമ്മത്തിൽ കെട്ടിപ്പടുക്കുന്നതെല്ലാം ശാശ്വതമായി നിലനിർത്താൻ നമുക്ക് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതിന് നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമഃശിവായ.